അങ്ങനെ നൈനിതാളിലായത്ത ദിവസം കണ്ട നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് മൊത്തം നൈനിതാളിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ വലിയൊരു കുന്ന്, തണുത്ത കാറ്റാട്ടോ. അവിടെ സൺറൈസ് വരുന്നുണ്ട്. നമുക്ക് വേറൊരു സൺറൈസ് പോയിന്റ് ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും സൺറൈസ് കഴിയും. ഏതായാലും നടന്നു നോക്കാം. ചെറിയൊരു കയറ്റം, കുത്തിനുള്ളൊരു കയറ്റം കേട്ടോ. അത് കയറിയപ്പോഴത്തേക്കും കറച്ച് പോയി. അങ്ങനെ നമ്മൾ ഇപ്പോൾ നൈനിതാളിലെ മെയിൻ സിറ്റിയിലോട്ട് പോവാണ്. ഇന്നലെ നമ്മളില്ല കറങ്ങിയതായിരുന്നു കേട്ടോ. ഇതാണ് സ്ഥലം. ഇവിടെ മൊത്തം ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ കയറി ജസ്റ്റ് ചെന്ന് കഴിയുമ്പോൾ നൈനിതാൾ ലേക്കും സിറ്റിയും. ചെറിയ കുന്നുകൾ, ചെറുകുന്നില്ല കേട്ടോ, വലിയ മല. അതിന് മുകളിൽ മൊത്തം ബിൽഡിംഗ് ഉണ്ടാക്കിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തം ഹോട്ടലും ഹോം സ്റ്റേ റിസോർട്ടുകളാണ്. ഇന്ന് രാത്രി നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഏതായാലും ഇവിടെ അത് നടക്കാനൊക്കെയാണ്. സമയം 6 മണിയാവുന്നേ ഉള്ളൂ. ഇന്നലെ രാത്രി നമ്മൾ കിടന്നപ്പോൾ 12 മണി കഴിഞ്ഞായിരുന്നു. അപ്പോൾ രാവിലെ നടക്കാനും കൂടെ ഇറങ്ങിയതാണ്. ബസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടുന്ന് ഡയറക്റ്റ് ബസ് ഹൽദ്വാനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണുള്ളത്. ഇന്നലെ നമ്മൾ വന്നത് ഹൽദ്വാനി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ വരെ ബസ്സുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ ടാക്സിക്ക് വന്നു. പിന്നെ ഡയറക്റ്റ് ബസ് നൈനിതാളിന് ബസ്സില്ല കേട്ടോ. അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ബസ് ഓടിക്കണം. പ്രൈവറ്റ് ബസ് എടുക്കണം ഡൽഹിയിൽ നിന്ന്. എന്നാൽ നമ്മൾ നൈനിയിലേക്ക് എത്തി. ഇന്നലെ നമ്മൾ രാത്രി ഒരു 12 മണിക്കിലോ ഒന്ന് കറങ്ങിയിട്ട് പോയതാണ്. ഇതാണ് നൈനി ലേക്ക്. മൊത്തം മീനാട്ടോ. इसका क्या बोलते हैं? रहू है ना? नहीं, रहू की कटला क्या? छाया वही नजर मिलेगा. അപ്പോൾ ഇതാണ് നൈനിതാളിലെ മെയിൻ സെൻറ്റർ. ഇവിടെ നൈനിയിലേക്ക് മലയുടെ മുകളിലൊക്കെ മൊത്തം റിസോർട്ടുകളാണ്. ഇവിടെ ഒരു നൈനിതാൾ പോലീസ് സ്റ്റേഷനുണ്ട്. ഇവിടെ ചെറിയ മാർക്കറ്റുകളാണ്. അതിലൂടെ 2 ചായ കുടിച്ചിട്ട് നമുക്ക് നടക്കാം. ഇതിലേ പോയപ്പോൾ ഇന്നൊരു പള്ളി കണ്ടായിരുന്നു. താഴെ പോയി നോക്കാം. ചായ കുടിക്കാം. ബോലാ ദോ ചായ. ടീക്ക്. ഇവിടെ ലേക്കിന് സൈഡിൽ ചെറിയൊരു പാർക്കുണ്ട്. ഒന്ന് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇത് ബോട്ടിങ്ങിനുള്ള ബോട്ടോ. ഈ കാലും കൊണ്ട് ചവിട്ടി പോകുന്ന ബോട്ടുമുണ്ട്, തോണിയും കൊണ്ട് തുഴയുന്ന ബോട്ടുമുണ്ട്. ഇവിടെയാണ് ബോട്ടിങ്. ഇപ്പം ഇല്ല, ഇപ്പം ടൈമും കറഞ്ഞൂടെ. 2:30 എവിടെയെന്ന് അറിയില്ല. രാവിലെ എല്ലാവരും ഓടാനും നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പാണ്. ഇപ്പോൾ സമയം 6 മണിയായി. കാണിക്കുന്നത് 16 ഡിഗ്രി. സെൻറ്റ് ഫ്രാൻസിസ് കാത്തലിക് ചർച്ച് നൈനിതാൾ. ഈ റോഡിന് തൊട്ട് മുകളിലുണ്ട് കേട്ടോ. റോമൻ കാത്തലിക് ചർച്ചാണത്. അതിലെയാണ് വഴി ഈ കാത്തലിക് ചർച്ചിലേക്ക് പോകുന്നത്. അതിലിപ്പോൾ കയറുന്നില്ല. നമ്മളിപ്പം സൺറൈസ് പോയിന്റിലേക്ക് പോവാണ്. തിരിച്ച് വന്നിട്ട് നമുക്ക് ഈ പള്ളി കയറാം. പള്ളി വലുതായാലും കയറാമല്ലോ. പഴയൊരു പള്ളിയാണ്, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലെയാണ് നമ്മൾ പോകുന്നത്, സൺറൈസ് പോയിന്റിലേക്ക്. ചെറിയൊരു കയറ്റമാണ്. ഗൂഗിൾ മാപ്പ് അനുസരിച്ച് ഈ കയറ്റം കയറി ചെന്ന് കഴിയുന്നത് സൺറൈസ് പോയിന്റിലാണ്. പട്ടികൾക്ക് തണുപ്പൊന്നുമില്ലാന്ന് തോന്നുന്നു. പട്ടി പട്ടി ഞാനൊന്നും പറഞ്ഞില്ല, ഇങ്ങോട്ട് കാണണ്ട. അയ്യോ, ഞാൻ പൊക്കോളാം. മാച്ചോ. അതാണ് നമ്മൾ ഇത് ഈ സൂ റോഡിലേക്ക് പോകുന്ന വഴി കേട്ടോ. സൂ റോഡ്. ഇവിടെ ഒരു സൂ ഉണ്ട്. ഇവിടുത്തെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. താഴെയാണ് നൈനി ലേക്ക്. ഇവിടുന്ന് നേരെ മുകളിലേക്കാണ്.
ഒടുക്കത്തെ കയറ്റം കേട്ടോ. നടന്ന് വേർത്ത് കുളിച്ചു. നല്ല ഫാസ്റ്റ് നടന്നിട്ട് അതുകൊണ്ട് സ്വെറ്ററൊക്കെ വേണ്ട ഒരു കൈ പിടിച്ചു. നല്ല തണുപ്പുണ്ട്, പക്ഷേ കയറ്റം കയറിയപ്പോൾ തണുപ്പ് അറിഞ്ഞില്ല. നല്ല കയറ്റം. ചെറിയ വഴിയാണ്. 2 വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനുള്ള ഇതില്ല. എന്നാലും കുഴപ്പമില്ല. വണ്ടർബോൾ. ഒരു കുന്നിൻ്റെ പകുതി ഏകദേശം മുകളിലെത്തിയെന്ന് പറയാം. താഴെ കാണുന്ന മൊത്തം റിസോർട്ടുകളാണ്. കയറി നമ്മളിവിടെ എത്തി. ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ ഉണ്ട്. ചുറ്റനുസരിച്ച് 750 മീറ്ററും കൂടെ ഉണ്ട് നടക്കാൻ. രാവിലെ നടക്കാനും ജോഗിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ. നല്ല അടിപൊളി പ്ലേസാണ്. സ്വെറ്ററാണെങ്കിൽ ഊരിപ്പം തണുക്കുന്നുണ്ട് കേട്ടോ. വേർത്തിട്ട് സ്വെറ്റർ ഊരിയതാ, തണുക്കാൻ തുടങ്ങി. സൺറൈസ് പോയിന്റിലേക്കുള്ള വഴിയാണ്. വണ്ടിയൊക്കെ പോകുന്നാന്ന് തോന്നുന്നു. താഴോട്ടുള്ള കുഴി കണ്ടോ, അടിപൊളി. പക്ഷേ ഇത് സൺറൈസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അത്ര സെക്യൂരിറ്റി ഒന്നും ഉള്ളത് തോന്നുന്നില്ല. താഴെ കണ്ടോ, താഴെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര കുഴി, ഒരു മതിലൊന്നുമില്ല. അപ്പോൾ ഇതാണ് പിന്നെ നമ്മുടെ ഉത്തരാഖണ്ഡിൽ നൈനിതാളിലെ സൺറൈസ് പോയിന്റ്. എങ്ങനെയുണ്ട്? സൂപ്പർ സ്ഥലമല്ലേ? താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കുഴിയാണ്. താഴെ കൂടെ ഏതോ പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ലൊരു വ്യൂ ആണ് ഇവിടെ. പക്ഷേ ഈ ഇങ്ങനെയുള്ള വ്യൂ ആയിട്ട് ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു മതിൽ കെട്ടിയിട്ടുണ്ടല്ലേ. ഒരു മതിൽ പോലും ഇല്ല. ഇവിടുന്ന് കാല് തെന്നിക്കഴിഞ്ഞാൽ കുഴിയിലാണ്. പിന്നെ പുഴയിൽ നിന്ന് ഇറക്കിയെടുക്കാം. നല്ല വ്യൂ കേട്ടോ. കൺസ്ട്രക്ഷനൊക്കെ നടക്കുമെന്ന് തോന്നുന്നു. അടിപൊളി. ഓയ് മയില് അല്ല മാന് ചാടിപ്പോയി. ഇറക്കം കണ്ടോ? ഇപ്പോൾ ഒരു മാന് ഈ ഇറക്കത്തിൽ നിന്ന് താഴോട്ട് ചാടിപ്പോയി. സംഭവം അല്ലേ? മാനൊക്കെ ഒരു പെടിയില്ലേ. സൂപ്പർ സ്ഥലം കേട്ടോ. ഇങ്ങനെ മലയുടെ പൊളി വന്നിട്ട് ഇതിലങ്ങനെ ആരും വരാറില്ലെന്ന് തോന്നുന്നു. അവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് കേട്ടോ. മണ്ണിടിഞ്ഞത് കാണാം. അവിടെ മണ്ണിടിഞ്ഞിട്ടുണ്ട്, അവിടെ എല്ലാം മണ്ണിടിഞ്ഞിട്ടുണ്ട്. താഴാണ്, മുകളിട്ടുണ്ടാവല്ലേ, മൊത്തം കുന്നാണ്. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു പോയിൻ്റ് കൂടെ കാണിക്കുന്നുണ്ട്. നമുക്കേതായാലും അവിടെ അങ്ങോട്ട് പോയിട്ട് വരാം. പക്ഷെ ഒരു മാന് ഇതിൽ ചാടിപ്പോയി. അതിലെങ്ങോട്ട് ചാടിപ്പോയാവും? അതിലെല്ലാം ആ മണ്ണിടിഞ്ഞിടത്തോടെല്ലാം പിന്നെയും ഇതുണ്ടാക്കുന്നുണ്ട് കേട്ടോ. മൊത്തം വഴി ഉണ്ടാക്കിയിട്ട് സിമെൻറ്റ് കെട്ടി ഫ്ലാറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. ഇത് മൊത്തം താഴെ കാണുന്നത് മൊത്തം മണ്ണിടിഞ്ഞതാണ്. ഒറ്റ മരമില്ല, ഒന്നുമില്ല. അടുത്ത മണ്ണെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് താഴെ പോയി കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പിന്നെ നടന്നു കഴിഞ്ഞിട്ട് മുന്നിലൊരു പോയിൻ്റ് കൊണ്ടുണ്ടെന്ന് കാണിക്കുന്നത് ഗൂഗിള്. അപ്പം നമ്മൾ ആ പോയിൻ്റ് നോക്കി പോവാണ്. നടക്കാനുള്ള വഴിയുണ്ട് കേട്ടോ. ചെറിയ ബൈക്കിനൊക്കെ പോവാം. കാറൊന്നും അത്ര എക്സ്പേർട്ട് ഇല്ലാത്ത ഡ്രൈവേഴ്സിന് പോകാൻ പറ്റുന്നില്ല. കാരണം ചെറിയ സ്ഥലത്തൊക്കെ നാരോ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, ഇവിടെ വരെ വന്നപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുന്നോട്ടുള്ള വഴി നടക്കാൻ പറ്റുന്ന വഴിയാണ്. നമുക്ക് ട്രക്കിംഗ് പോലുള്ള സ്ഥലം തോന്നുന്നു, പോയി നോക്കാം. ചെറിയ നടന്നു പോകാൻ പറ്റുന്ന വഴി കേട്ടോ. താഴോട്ടൊക്കെ ചെറിയ കുഴിയാണ്. ഇവിടെ വരെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇതിലും ചെറിയൊരു വഴി കാണുന്നുണ്ട്. താഴോട്ടൊക്കെ നല്ല കുഴിയാണ്. അപ്പം നമ്മൾ ഈ വഴി കൂടെ നമുക്ക് നടക്കാം.
നല്ല അടിപൊളി മരങ്ങൾ, ചെറിയ നടന്നു പോകാനുള്ള വഴിയുണ്ട്. ഇതിലേക്കൊരു ബൈക്ക് എടുത്ത് വരുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. അടിപൊളി 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 സ്ഥലം കേട്ടോ. താഴോട്ട് ചെറിയ അതിലേക്ക് വഴിയുണ്ട് കേട്ടോ, അതിലേക്ക് വഴിയൊക്കെ ഉണ്ട്. ഇത് എവിടെ വരെ ഉണ്ടെന്നറിയില്ല, നമുക്ക് പോയി നോക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ചെന്ന് കഴിയുമ്പം. പക്ഷേ സൂര്യനൊക്കെ ഉദിച്ചു കേട്ടോ, അല്ലെങ്കിൽ നല്ല വ്യൂ കാണേണ്ടതായിരുന്നു. ഇവിടെ ഒരു ഹെലിപ്പാഡ് ഉണ്ടായിരുന്നു, ഹെലിപ്പാഡും ഉണ്ട്. ഇവിടെ ഒരു ചെറിയ എയർപോർട്ടും ഉണ്ട് നൈനിതാളിൽ. എയർപോർട്ട് എനിക്ക് നമ്മൾ ടൗണിൽ നിന്ന് കാണുമ്പോൾ എവിടെയും കൊണ്ടെന്ന് അതല്ല, എവിടെ നിന്ന് എന്തായാലും കാണാൻ പറ്റുമോ അറിയില്ല. ഓക്കെ, കുറച്ച് നേരം ഇവിടെ ഇരുന്നില്ല, കുറച്ച് നേരം ഇവിടെ കാശ് കൊണ്ട് നിന്നു. ഇനി തിരിച്ച് നടക്കുവാണ്. മെയിൻ റോഡിലെത്തിയിട്ട് വെള്ളം കഴിക്കണം, വെള്ളം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യണം. വെള്ളം പോലും എടുക്കാതെ നടന്ന് എക്സ്ട്രാ ആയിട്ടൊരു സെറ്ററും കിട്ടിയ കയ്യിൽ ഇട്ടുകൊണ്ട് വന്നതാണ്. ആ താഴെ മരത്തിൻ്റെ ചുവട്ടിലൊരു മാൻ നിപ്പുണ്ട്. ഓയ് ഹായ്, ഇതറാ ഇതറാ ഇതറാ, ഓടിപ്പോയി. അപ്പോൾ നമ്മൾ സൺറൈസ് വ്യൂ പോയിൻറ്റിങ് പോന്നു. ഇനിയിപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സ്നോ വ്യൂ പോയിൻ്റ് ഉണ്ട്, സ്നോ കാണാൻ പറ്റുന്ന, ഹിമാലയൻ മലയും സ്നോയ്ക്ക് കാണാൻ പറ്റുന്ന വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടുന്ന് നടക്കാനൊരു 1.25 കിലോമീറ്ററാണ് കാണിക്കുന്നത്. മുകളിലേക്കുണ്ടോ, മൊത്തം മരങ്ങളാണ് ഇതിലെ വഴി. ഇവിടേക്ക് മൊത്തം റെസ്റ്റോറൻറ്റും ഹോം സ്റ്റേസുമാണ്. ഇവിടുന്ന് ലേക്ക് നല്ലൊരു പോയിൻ്റ് കേട്ടോ. ഇനിയുണ്ട് നടക്കാൻ കുറേ. ഇതിലൊക്കെ വെള്ളം വന്ന് ചാടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് വെള്ളം മേടിച്ചല്ലേ ഭായി. भाई आगे चाय कुछ मिलेगा? मिलेगा तो एक चाय पिएगा? कौन सा बिस्किट है सर? टेस्ट ठीक है, कुछ भी हो. അങ്ങനെ ചായ കുടിച്ചു, ചായ കൂടെ ബിസ്ക്കറ്റും മേടിച്ച് കഴിച്ചു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ സമയമില്ല. നമ്മളിങ്ങോട്ട് നടന്നതിൻ്റെ പേരിൽ നമ്മൾ ഇവിടെ തുറന്നിട്ടൊന്നുമില്ല, ഒന്നും കാണുന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് നടക്കുവാണ്. ഈ നേരെ മുന്നോട്ട് സ്നോ വ്യൂ പോയിൻ്റ്, പിന്നെ ഒരു ഹിമാലയൻ വ്യൂ പോയിൻ്റ്, 2 വ്യൂ പോയിൻ്റാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യം ഈ 2 സ്ഥലമാണ് കേട്ടോ. മൊത്തം റിസോർട്ട്, ഹോട്ടൽ, ഹോം സ്റ്റേസ് എല്ലാം ഡൽഹി, ഹരിയാന, UP, UK വണ്ടികളാട്ടോ. ഇവിടുത്തെ പട്ടികളുടെയൊക്കെ ഒരു കളറും റൂമും സൈസും കണ്ടില്ലേ. വളർത്തുന്ന പട്ടികൾക്ക് ഇത്രയും ഫിഗറും റോമും സൈസും ഉണ്ടാവില്ല കേട്ടോ. നല്ല തടിമാടന്മാർ, ഒടുക്കത്തെ ലുക്കാണ്. ഇവിടെയൊക്കെ ഒരു 600 രൂപ 700 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് സ്കൂട്ടി വാടക കിട്ടും. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും 2 വണ്ടിയുള്ളവരൊക്കെ ഒരു വണ്ടി ഇങ്ങനെ വാടകയ്ക്ക് വരും. അപ്പോൾ മിനിമം 1000 രൂപയാണ് ഈ ബൈക്കിനൊക്കെ ചാർജ് വരുന്നത്. പക്ഷെ നമ്മൾ ആദ്യം വിചാരിച്ച വണ്ടി റെൻ്റ് എടുത്തിട്ട് കറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ ഈ നൈനിലേക്ക് നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ ഏകദേശം ഒരു 5 കിലോമീറ്ററിനുള്ളിലാണ്. അപ്പോൾ 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ വണ്ടി എടുത്ത് കറങ്ങാമെന്ന് പറഞ്ഞാൽ 1000 രൂപ വണ്ടിക്ക് കൊടുക്കണം. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു ദിവസം കൂടെ നൈനിതാൾ സ്റ്റേ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം മൊത്തം ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുക, ലോക്കൽ ബസ് കയറുക, ഏറ്റവും ചീപ്പായിട്ടുള്ള ഹോട്ടൽ ബുക്ക് ചെയ്യുക, മാക്സിമം നടന്ന് കാണുക. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ യാത്ര. ഇവിടെ ടാറ് ചെയ്യുമെന്ന് തോന്നുന്നു.
ഇന്ത്യ നൊട്ടാരങ്ങിൻ്റെ വണ്ടിയും പണിക്കാറുടെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളങ്ങനെ നടന്ന് ചെറിയൊരു നിരപ്പത്തി എന്ന് പറയാം. നിരപ്പെന്ന് പറയാൻ പറ്റില്ല, ഇതിലാണ് നമ്മൾ വന്നത്. ചെറിയൊരു നിരപ്പത്തി. ആടെയാണ് നൈനിലേക്കുള്ളത്. ഇവിടെ ഈ മലയുടെ മുകളിലാണെന്ന് തോന്നുന്നു ഹിമാലയൻ വ്യൂ പോയിൻ്റ്. സ്നോ പോയിൻ്റ് ഉണ്ട്, വ്യൂ പോയിൻ്റ് ഉണ്ട്. നല്ലൊരു വലിയ മരങ്ങൾ. ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ എല്ലാം ഈ പതാക പോലെ കെട്ടിയേക്കുന്ന എനിക്ക് തോന്നുന്നു ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് വല്ലതും ആയിരിക്കാം. അവരുടെ സാധാരണ നമ്മൾ നേപ്പാളിൽ കാണുന്നത് കണ്ടിട്ടുള്ളത്. മരങ്ങൾക്കിടയിൽ കൂടെ തോരണം പോലെ കെട്ടിയേക്കുന്നത് തുണിയും കൊണ്ട്. ഇച്ചിരി ദൂരെ ആയതുകൊണ്ടാണ് ക്യാമറ കാണാത്തത്. अच्छा प्लेस है ना? है कहाँ? स्टेडियम होगा, बस स्टैंड होगा, कुछ होगा. इधर से 2 रास्ता है, सीधे भी जा सकते हैं, सीधा जाएगा. सीधे तो थोड़ा से आराम दिख रहा है. താഴെ മൊത്തം കുന്നുകളും റിസോർട്ടൊക്കെയാണ് കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടെ. ഇതിലേ നമുക്ക് പോയി ഗൂഗിൾ മാപ്പ് അനുസരിച്ച് നോക്കുമ്പോൾ ഇതിലേ വഴി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ വഴി പിടിക്കാം. അതെ, ഇത് ചെറിയ ഇറക്കത്തിന് ശേഷം വലിയൊരു കയറ്റമാണല്ലോ. സീതേ നല്ല കയറ്റമാണ് കേട്ടോ. വളഞ്ഞ് പൊളഞ്ഞുള്ള കയറ്റം. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിട്ട് വെക്കേഷൻ വന്നിട്ട് ഒരു മാസം ഇങ്ങനെ സ്റ്റേ ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുക, ഇങ്ങനെ നടക്കാൻ കയറുക മലയുടെ മുകളിലേക്ക്, പിന്നെ സിറ്റി മൊത്തം നടന്ന് കാണുക, റെസ്റ്റ് എടുക്കുക. എല്ലാ ദിവസവും ഇങ്ങനെ ഒരു മാസം ഇങ്ങനെയൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലേ അടിപൊളിയായിരിക്കും. വെക്കേഷനൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. ഇങ്ങോട്ടുള്ള ഫോറസ്റ്റ് കാണാൻ നല്ല അടിപൊളിയാണ്. ഇത് വെള്ളം ഒഴുകിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നത്. മൊത്തം കോൺക്രീറ്റ് ചെയ്ത വഴിയാണ്. അടുത്ത ഇവിടെയൊക്കെ ഓരോ ചെറിയ വീടുകളാട്ടോ, ഒരാൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ അവിടെ മൊത്തം വലിയ റിസോർട്ടാണ് മുകളിൽ കാണുന്നത്. 3-4 ദിവസം ശ്രദ്ധിച്ചോട്ടോ. വീടിൻ്റെ ടെറസിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. താഴോട്ട് കണ്ടോ 2-3 നിലയൊക്കെ വീടാണ്. വീടിൻ്റെ മുകളിൽ ടെറസിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. 1-2 റിസോർട്ട് നമ്മളങ്ങനെ തന്നെ കണ്ടു. ഇതുപോലെ റിസോർട്ടിൻ്റെ മുകളിൽ ടെറസിന് മുകളിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. കാരണം റോഡിന് താഴെ വലിയ കുന്നാണല്ലോ. അപ്പം ശരിക്കാരെ അപ്പോൾ കുന്നിന് താഴെ റിസോർട്ടും വീടും ഉണ്ടാക്കിയിട്ട് മുകളിൽ വണ്ടി പാർക്ക് ചെയ്യാം. ഈ താഴെ കിടന്ന വഴിയുണ്ടല്ലോ, അതിൽ നമ്മൾ വന്നു കേട്ടോ. അതിലിങ്ങനെ വളഞ്ഞ് കയറി പൊടിയെത്തി. ഇവിടുന്ന് മൊബൈലിൽ കൃത്യം 200 മീറ്ററാണ് കാണിക്കുന്നത് സ്നോ പോയിൻറ്റിലേക്ക്. ഈ സ്നോ പോയിൻ്റ് എന്ന് പറഞ്ഞ സംഭവം ഗൂഗിളിൽ കാണാൻ നല്ല രസമാണ്. നമുക്ക് പോയി നോക്കാം. റിയലും തമ്മിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതൊക്കെ പോയി നോക്കാം. ഇവിടെയൊക്കെ ഓരോരുത്തർ താമസിക്കുന്ന വീടുകൾ കേട്ടോ. വീടുകൾ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ഹോം സ്റ്റേ എല്ലാം ഉണ്ട്. സ്നോ വ്യൂയിലേക്കുള്ള വഴി ചെറിയ ഇടുങ്ങിയ വഴിയാണ്, ചെറിയൊരു കയറ്റം. ഇതിലാണ് കയറി പോകേണ്ടത്. സ്നോ വ്യൂ ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വഴി എങ്ങോട്ടാണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. വളഞ്ഞ് പോകുന്ന ഒരു ഇടവഴി. മുകളിലേക്ക് റിസോർട്ടുകളാണ്. നമ്മൾ ഈ ചെറിയ കയറ്റം കയറി പോയിക്കൊണ്ടിരിക്കുന്നു. ഉണ്ടോ വീടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? കയ്യാല കേട്ടിട്ട് ഇവിടെ 2 ഇവിടെ ഇങ്ങനെ പില്ലർ ഉണ്ടാക്കിയിട്ട് തൂണ് കാട്ടി അതിന് മുകളിലാണ് വീട്.
ഇതിന് മുകളിൽ വീടാണ്. നമ്മൾ പോകുന്ന താഴെക്കട ചെറിയ വഴി, ഇവിടെ വീട്. ഈ വഴിയാണ് വളഞ്ഞ് പൊളഞ്ഞ് നമ്മൾ കയറി വന്നത്. ഇതിലെ വേറൊരു വഴിയുണ്ട് കേട്ടോ, വണ്ടി പോകുന്നേ. നമ്മൾ താഴെ കൂടെ വന്ന വഴി തന്നെ, വണ്ടിക്ക് വരാൻ വരുന്നൊരു വഴിയുണ്ട് ഇതിൽ. എന്താ ലൊക്കേഷൻ, അടിപൊളി. നമ്മൾ പിന്നെയും മെയിൻ റോഡിലെത്തി. അവിടെയാണ് സ്നോ വ്യൂ പോയിൻറ്റ്. റോപ്പ് വേ ആണ്. റോപ്പ് വേ ഇവിടെ റോപ്പ് വേ. സ്നോ വ്യൂ പോയിൻറ്റിലേക്ക് റോപ്പ് വേ ഉണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു കേരള രജിസ്ട്രേഷൻ ഹോണ്ട അങ്ങ് പോയിട്ടുണ്ട്. ആരാന്നറിഞ്ഞൂടാ, ഏതോ റൈഡർ ആയിരിക്കണം. സോളോയാണ്. നമുക്ക് മുകളിൽ ഇത് കഴിയുമ്പോൾ ചോദിച്ചു നോക്കാം. കേരളത്തിലെവിടെ? പാലക്കാട്. എങ്ങനെ ഒറ്റയ്ക്ക് വണ്ടി കൊണ്ട് അറിയാ? ആഹാ, എന്തിറങ്ങിയതാ? കഴിഞ്ഞ ആഴ്ച. ഓക്കെ. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്തത് ഛത്തീസ്ഗഡ് റായ്പൂരാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുക, ടീച്ചറാണ്. അപ്പോൾ വെക്കേഷൻ ആയപ്പോൾ ഞാൻ ഭയങ്കര ഇറങ്ങിയതാണ്. നാട്ടിൽ പോകുന്ന വിവരം ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ഇപ്പം ഇന്നലെ എത്തി. ഇന്നലെ വൈകുന്നേരം എത്തി. ഇനി അങ്ങോട്ടാ ഇവിടുന്ന്? നേപ്പാളിൽ പോകുമ്പോഴാണോ? ആഹാ. നാട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങി? ആഹാ, കഴിഞ്ഞ ആഴ്ച ഇറങ്ങി. നാട്ടിൽ നേരെ ഇങ്ങോട്ട് ഇറങ്ങിയത്? ഡൽഹി. ആ, ഖജുരാഹോ, മഹാരാഷ്ട്ര. ഓക്കെ. ആഹാ, രണ്ടുപേരും വരാളി നിങ്ങൾ? ആഹാ, രണ്ടുപേരും ഹോണ്ട വണ്ടിയാണല്ലോ. ഓക്കെ. അപ്പോൾ ഇന്നിങ്ങനെ സ്റ്റേ ചെയ്യുന്നുണ്ടോ? അത് പോകണം. ആഹാ, ഇന്ന് പോവല്ലേ? ഓക്കെ, ശരി. സാലു. നമ്മളെത്തി. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. റോഡ് സൈഡിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ടേബിൾസ്. നല്ലൊരു ലൊക്കേഷൻ കേട്ടോ, स्नो व्यू पॉइंट. ऐसे कोई जगह नहीं है, ये मतलब इसी जगह को बोलते हैं क्या, स्नो व्यू पॉइंट? ओके. ठीक है, थोड़ा सा घूम के आएगा. സ്നോ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ് കുറേ മരങ്ങളല്ലാതെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഒരു ഹോട്ടൽ റെസ്റ്റോറൻ്റ് ഉണ്ട് സ്നോ വ്യൂ പോയിൻ്റ് പറഞ്ഞ 1946. जेल में डालेगा? कहाँ, कौन सा जेल में डालेगा? उसका बाद पटाएगा? इसमें गोली मारते हैं? जेल लगाया पीछे में? चलो. कहाँ, क्या नाम है? कहाँ जा रहे हैं आप? कहाँ से? हाँ, सीधे जाते रहो. फिर कहाँ जा पहुँचेगा? पिक जाओ. आगे अच्छा है देखने के लिए व्यू. हाँ हाँ, सब बढ़िया ही है यार. पहाड़. नहीं, गोली नहीं मारना है. नहीं, हम लोग सॉरी. ठीक है. हाँ, नीचे करो. सॉरी. क्या लड़का है, बहुत तेज है. हाँ, फिर इससे ना नहीं दिख रहा लगता है. भाई मांगी. अरे बाप रे. अरे कुछ नहीं करना है भाई. तुम लोग का हेयर देखो क्या है. अरे क्या कर रहे हैं यार सब लोग? कुछ खाने को नहीं हमारे पास. रहता है सब लोग. ചെറിയ കുന്നുകൾ, മരങ്ങൾ. ഇത് എവിടെ വരെ ഈ വഴി പോകുന്നറിയില്ല. ഈ താഴെ കൂടെ ഇങ്ങനെ വളഞ്ഞ് പോകുന്ന വഴി കേട്ടോ. ഇതേത് കാട്ടിലേക്കുള്ള വഴിയാണ്.
ഇവിടെ എങ്ങാണ്ടുള്ളെന്ന് തോന്നുന്നു വ്യൂ. भाई ये रास्ता कहाँ पहुँचेगा? ये रास्ता कहाँ पहुँचेगा? അപ്പോൾ ഇവിടെ വരെ വന്നു. ഇനി നമ്മൾ തിരിച്ചു നടക്കുവാണ്. സ്നോ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി വന്നിട്ട് സ്നോ പോയിട്ട് വ്യൂ പോയിൻ്റ് പോലും കണ്ടില്ല. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് പേരുണ്ട് സ്നോ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ്. അത് പറഞ്ഞാൽ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ വ്യൂ പോയിൻ്റ് കാണാമെന്ന് പറഞ്ഞു. ചായ കുടിക്കണം, ഭക്ഷണം കഴിക്കണം, അങ്ങനെയാണെങ്കിൽ വ്യൂ പോയിൻ്റ് കാണാം. പക്ഷെ കാണാൻ മാത്രമൊന്നുമില്ല. താഴെ നല്ല വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഹിൽസൊക്കെ ഉണ്ട്. അതല്ലാതെ സ്നോ ഒന്നും കാണാനുള്ള പരിപാടിയൊന്നും ഇല്ല. ഇവിടെ മൊത്തം സാധാരണ മലകൾ തന്നെ. കുറേ കുരങ്ങന്മാരുണ്ട്. 2 കാമ്പ് കല്ല് കൈ പിടിച്ചില്ലെങ്കിൽ ഇമാരെ ഒന്ന് തലക്കെട്ട് ഒന്ന് കൊട്ടിയിട്ട് പോകും. ഒരു കല്ല് കൈ പിടിക്കുവാണെങ്കിൽ വന്നു കഴിഞ്ഞ് 2 ഏറ് കൊടുക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് സ്നോ വ്യൂ പോയിൻ്റ് ഹോം സ്റ്റേ. ബിൽഡിങ്ങിലുള്ള ഫോട്ടോസ് എന്തായാലും ഫോട്ടോഷോപ്പ് തന്നെയാണ്, അറിയില്ല. ഇവിടെ പുറകിൽ ചെറിയ റിസോർട്ട് മാത്രം കണ്ടു. പിന്നെ ലോക്കൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലം. അങ്ങോട്ടൊക്കെ വ്യൂ ഉണ്ട്. പക്ഷേ സ്നോ വ്യൂ പോയിൻ്റ് പറഞ്ഞിട്ട് സ്നോയൊന്നുമില്ല. സാധാരണ ഈ ഹിമാലയൻ മലയുടെ പച്ചപ്പൊക്കെ കാണാം. അമ്മച്ചോ, രാവിലെ 6 മണിക്ക് തുടങ്ങി നടപ്പാണ് കേട്ടോ. സമയം 8:30 2-2.5 മണിക്കൂറായിട്ട് നടക്കുവാണ്. അങ്ങനെ നമ്മൾ നൈനിതാൾ മൊത്തം നടന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യുക. തണുത്ത കാറ്റ്. उसके ऊपर बैठेगा ठीक है, कुछ खाएगा फिर नहीं तो चाय पिएगा. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നോക്കാം. സ്നോ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ് 1950 എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറി ചായ കുടിക്കാം. വ്യൂ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. नाश्ता क्या मिलेगा भाई? आलू पराठा, आलू प्याज पराठा, मैगी, छोला-पूरी, फ्राइड राइस, छोले चावल, फ्राइड राइस. ഇതാണ് സ്നോ വ്യൂ പോയിന്റ്. क्या है स्नो है सर? कुछ स्नो नहीं है, पूरा पेड़ है, कुछ नहीं देख रहा. कोहरा से कुछ दिख ही नहीं है. कहाँ कोहरा? निकालो S25 निकालो तुम ना. ഏതായാലും നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലം. താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. മുകളിൽ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമില്ല, ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു പോയിൻ്റാണ്. അടിപൊളി വ്യൂ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴെ ഇറങ്ങി ചെയ്തു. ഇതിന് മുകളിലാണ് നമ്മൾ വ്യൂ കാണാൻ വേണ്ടി കയറിയത്. ഇവിടുന്ന് നമ്മൾ താഴെ ഇറങ്ങി. ഇവിടുന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം.